കയറ്റി ആ മയ്യത്തുകൾ നാട്ടുള്ളവരാകണം. ആരാന്റെ വിറക് വെട്ടികളാകരുത്, വെള്ളം കോരികളാകരുത്, കൊട നേരാക്കാറുണ്ടോ എന്നുള്ളവരാകരുത്. പൈലറ്റുമാർ ഉമ്മത്തെ നമ്മിൽ നിന്നും ഉണ്ടാകണം, എഞ്ചിനീയർമാരുണ്ടാകണം, IAS ഉദ്യോഗസ്ഥന്മാരുണ്ടാകണം. ഒന്ന് പരിശ്രമിച്ചാൽ ഉണ്ടാകും. ഉണ്ടായിട്ടില്ലേ? എടവണ്ണപ്പാറയിൽ TVC എടവണ്ണപ്പാറയിൽ ഒരു യത്തീം കുട്ടിയുണ്ട്. മുക്കം ഓർഫനേജിൽ പഠിച്ച ഷിഹാബുദ്ദീൻ യത്തീമാണ്. എന്നോട് പറഞ്ഞു, ഞാൻ എനിക്കൊരു LD ക്ലർക്കിന്റെ പരീക്ഷ പാസ്സായിട്ടുണ്ട്, ഞാൻ ഒരു ക്ലർക്കാകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ വിട്, ഇജ് ഫത്ഹ് ഓത്, സൂറത്തുൽ ഫത്ഹ് ഓത്, നിനക്ക് ഭാവിണ്ട്. ഫത്ഹായില്ലേ അദ്ദേഹം IAS നേടിയില്ലേ? കീഴ്ശേരി സ്വദേശിയായ അബൂബക്കർ സദീഖ് 7ാം തരത്തിൽ തോറ്റിട്ട് പഠിച്ചില്ലേ? SKSSF-ഉം സുന്നി ഉപദേശങ്ങളും നിങ്ങളൊക്കെ പഠിപ്പിച്ചില്ലേ? ഇന്ന് അദ്ദേഹം കലക്ടറല്ലേ? ജാർഖണ്ഡിലെ ഒരു ജില്ലയിലെ കലക്ടറല്ലേ? രാജാക്കന്മാർ താമസിക്കുന്ന ജില്ലയായ മൈസൂരിലെ, കർണാടകയിലെ മൈസൂരിലെ മാണ്ഡ്യ കലക്ടർ ആരാണ്? ജാഫർ സാദിഖ് അല്ലേ? വേണ്ടേ നമുക്ക്? അത് വേണമെങ്കിൽ എന്ത് വേണം? നട്ടല് വേണം. ഇന്ന് നട്ടലൊക്കെ ഓവുജാലത്തില, പകല് തൊപ്പിയും രാത്രി കുപ്പിയും. അല്ല കാക്കട്ടെ. റമദാൻ മാസത്തിൽ മാത്രം തൊപ്പി, റമദാൻ കഴിഞ്ഞാൽ 11 മാസം കുപ്പി. എവിടെ? അത് ഏത് വേനൽക്കാലത്തും അത് അങ്ങനെ ഉണ്ടാവും, പച്ചപ്പിടിപ്പുണ്ടാകും. അപ്പൊ സാറും എന്നും ഭരണമാണ്. അതെ, ഇതാണ് ഖുർആൻ പറയുന്നത്. ഈ ഈത്തപ്പനമരം ബാസിഖാത്തിൻ, ഉയർന്നു നിൽക്കുന്ന ഈത്തപ്പനമരം, അതാണ് ലഹാ തൽഉന്നലീദ്. അതെ, അതിനെന്തുണ്ട്? കുലകളുണ്ട്, നലീദ്, അടുക്കുകളുണ്ട്. അടുക്കും ചുറ്റും നല്ലതും ഭിന്നിക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് ഇത് എന്തിനാണ്? റിസ്ഖൽ ഇബാദ്, എന്റെ അടിമകൾക്ക് ഭക്ഷണമായ നിലയിൽ. ഇനി നമ്മോടാണ് പറയുന്നത്, വഹയൈനാ ബിഹി ബൽദതൻ മയ്യിതൻ, മഴ കൊണ്ട് മരിച്ചുപോയ നാടുകളെ നാം ഹയാത്താക്കി. കദാലിക്കൽ ഖുറൂജ്, ഇപ്രകാരം നിങ്ങളെ പുറപ്പെടുവിക്കുമെന്ന് അള്ളാഹു പറയുന്നു. മഴ പെയ്തിട്ട് മലകളൊക്കെ ഉണ്ടായില്ലേ? അതെ, മലകളിലൊക്കെ ചെടികൾ വന്നില്ലേ എന്നതുപോലെ നമ്മളും മരിക്കും. മരിച്ചിട്ടൊരു പുറപ്പാടുണ്ട്. ആ പുറപ്പാടിലേക്കുള്ള ഒരുക്കങ്ങൾ നാം നടത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി, അള്ളാഹുവിന്റെ കിതാബിനെ ഓതാളും. ഇന്ന് ഓതല്ല, ഇന്ന് കാണുകയാണ്. 10 മണി കഴിഞ്ഞ ഭക്ഷണമല്ല, 10:30 വരെ പാരിജാതാണ്. പാരിജാതം കഴിഞ്ഞിട്ട് ഭക്ഷണമുള്ളൂ. ആലപ്പുഴയിൽ പള്ളി ഉദ്ഘാടനത്തിന് പോയി. 9 മണിക്ക് പ്രസംഗം തുടങ്ങി. സ്റ്റേജിൽ ആരുമില്ല. സ്ഥലം ഞാൻ പറയില്ല, കാരണം പിന്നെ എനിക്ക് അവിടെ പോകേണ്ടി വരും. കാരണം ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. കുറച്ചു കാലം കൂടി ജീവിക്കണം. മുമ്പ് ഒരാള് തൂങ്ങി മരിക്കാൻ പോയി, കുറച്ച് കഴിഞ്ഞിട്ട് മടങ്ങി വരും. എന്തേ മടങ്ങിയത് വെച്ച് മൂച്ചിമ്മ നിറച്ച് പുളിറുമ്പാണ്, കയറാൻ പറ്റില്ല. അതാ. അപ്പൊ ആലപ്പുഴക്കാർക്ക് വിഷമം വേണ്ട. അപ്പൊ 9:30 മണി ആയപ്പോ സദസ് നിറഞ്ഞു. അപ്പൊ എന്താ ഞാൻ ചോദിച്ചു, എന്റെ ഇപ്പഴുതല്ല, കുങ്കുമപ്പൂ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. കുങ്കുമപ്പൂവ്, പാരിജാതം, ഹരിചന്ദനം ഇല്ലേ, കാണലല്ലേ, റുക്കു എവിടെ? ഇപ്പൊ എന്താ അവസ്ഥ? നിസ്കാരത്താണ്ട് ചില ആളുകൾക്ക് ഇപ്പൊ എവിടെയാണ്? ഇതാ ഇവിടെയാണ്. സുജൂദിലേക്ക് പോയിട്ട് ടീമിന്റെ മുമ്പിൽ എത്തിട്ടില്ലേ? എന്താ ഇപ്പൊ അവസ്ഥ? ലോകകപ്പ് കണ്ടത് ഒരു ഹംക്ക്, ലോകകപ്പ് കാണുന്നത് നിസ്കാരത്തിലാണ്, റിമോട്ട് വെച്ചിട്ട്. മനസ്സിലായില്ലേ? മലപ്പുറം കുന്നിന്റെ മുകളില് മുണ്ടമ്പറമ്പിൽ ഒരു പള്ളിയിൽ ഞാൻ ജുമയ്ക്ക് പോയ സമയത്ത് ഒരു ശബ്ദം, കുറച്ച് മുമ്പാണ്, എന്റെ കുട്ടിക്കാലത്താണ്, ഔട്ട്. ഖുത്ബ നടക്കുമ്പോഴേ ഔട്ട്. ഞാൻ ഓനെ വിളിച്ചു, എന്താടാ? ഞാൻ കമാൻഡറി കളിക്കായിരുന്നു, ഇന്ത്യ സിംബാബ്വേയും കളിയാ, കമാൻഡറി കളിക്കായിരുന്നു. അപ്പൊ സിംബാബ്വന്റെ ആ കളിക്കാരൻ ഔട്ടായപ്പോ അറിയാതെ ഔട്ട് എന്നുള്ളത്.
ഇന്ന് ഓതുന്ന കാര്യത്തിലും മടിയാ. ഖുർആൻ പറയുന്നത് എന്താണ്? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിനെ ഓതുന്ന ആളുകൾ, വഅഖാമുസ്സലാത്ത, നിസ്കാരത്തെ നിലനിർത്തും. തോന്നുമ്പോ ശല്യമല്ല, നിസ്കാരത്തെ നിലനിർത്തും. വഅൻഫഖൂ ബിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചിലവഴിക്കുന്നു. സിർറൻ വഅലാനിയതൻ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും. യർജൂന, അവർ ആഗ്രഹിക്കുന്നു. തിജാറത്തൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ തിജാറത്തിന് തഫ്സീർ കൊടുത്തിട്ടുള്ളത് സ്വർഗം എന്നാണ്. സ്വർഗത്തെ അവർ ആഗ്രഹിക്കുന്നു. എങ്ങനത്തെ സ്വർഗമാണ്? ലൻ തബൂർ, തീർച്ചയായിട്ടും അത് നശിക്കാത്ത സ്വർഗമാണ്. എന്തിനാണ് അവർ ഓതുന്നത്? എന്തിനാണ് നിസ്കരിക്കുന്നത്? എന്തിനാണ് അവർ സദഖ ചെയ്യുന്നത്? ലിയുവഫിയഹും ഉജൂറഹും, അവരുടെ കൂലി പൂർത്തിയാക്കി കൊടുക്കാൻ വേണ്ടി. വയസീദഹും മിൻ ഫളിഹി, അവന്റെ ഔദാര്യത്തിൽ നിന്നും വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഇന്നഹു ഗഫൂറുൻ ശകൂർ, അല്ലാഹു പുറത്തു തരുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. വല്ലദീ ഔഹൈനാ ഇലൈക, നബിയെ അങ്ങേക്ക് നാം ബോധനം നൽകിയത്. മിനൽ കിതാബി, കിതാബിനാൽ, വിശുദ്ധ ഖുർആൻ ഇതാ അങ്ങേക്ക് തന്നിരിക്കുന്നു. ഓൽ ഹഖു, അത് സത്യമാണ്. ഖുർആൻ സത്യമാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ഖുർആനിന്റെ മുമ്പുള്ളതിനെ വാസ്തവമാക്കുന്നതായ നിലയിൽ. ഇന്നല്ലാഹ ബിഇബാദിഹി ലഖബീറുൻ ബസീർ, തീർച്ചയായിട്ടും അല്ലാഹു തആല തന്റെ അടിമകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ലഖബീർ, ഉള്ളും പുറവും കാണുന്നവനാണ്. അറിയുന്നവനാണ്. ബസീറുൻ, കാണുന്നവനാണ്. കണക്കാണ് ഈ പറയാൻ പോകുന്നത്. എവിടെ കണക്ക്? സുമ്മ ഔറസിനൽ കിതാബ, പിന്നെ ഈ കിതാബിനെ നാം നൽകി. ആർക്ക്? അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്നും നാം തെരഞ്ഞെടുത്തവർക്ക്. നമുക്ക് സുമ്മ ഔറസിനൽ കിതാബ, ഈ വിശുദ്ധ ഖുർആനിനെ നാം നൽകിയിരിക്കുന്നു. ആർക്ക്? നാം തെരഞ്ഞെടുത്തവർക്ക്, നമ്മുടെ അടിമകളിൽ നിന്നും നാം തെരഞ്ഞെടുത്തവർക്ക്. പക്ഷേ അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, അവരുടെ കൂട്ടത്തിൽ സ്വന്തം ശരീരത്തിനോട് ആക്രമണം ചെയ്യുന്നവരുണ്ട്, തമ്മാടിത്തരം ചെയ്യുന്നവരുണ്ട്. വമിൻഹും മുഖ്തസിദുൻ, അവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? മിതത്വം പാലിക്കുന്നവരുണ്ട്. രണ്ടുണ്ട്, മിതത്വം പാലിക്കുന്നവരുണ്ട്. പക്ഷേ വമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട് സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ സമ്മതപ്രകാരം നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറുന്നവരുണ്ട്. ദാലിക ഹുവൽ ഫളുൽ കബീർ, അത് ഭയങ്കരമായ ഔദാര്യമാണ്. നാം സാബിഖും ബിൽ ഖൈറാത്തിൽ പെടാം. ഒരു ദിവസം 2000 റിയാൽ ശമ്പളം കിട്ടുകയാണെങ്കിൽ 1000 റിയാൽ മാറ്റിവെക്കുക. പെങ്ങളെ കുട്ടികൾക്ക്, പള്ളികളെ ഉസ്താദിന്, പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് മാറ്റിവെക്കുക. സാബിഖും ബിൽ ഖൈറാത്തിൽ പെടുക. നാം യതീം മക്കളെ അത്താണികളായി മാറുക. യതീം മക്കൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുക, അവർക്ക് ഒത്താശ ചെയ്യുക. സ്വാത്വികന്മാരായ നേതാക്കന്മാർ കാണിച്ചു തന്ന മാതൃക നാം പിൻപറ്റുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തു അദ്നിൻ ജന്നാത്തു അദ്നിൻ, കാലാകാലം നിലനിൽക്കുന്ന സ്വർഗം. ആ സ്വർഗത്തിൽ യദ്ഖുലൂന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ പ്രവേശിക്കും. യുഹല്ലൂന ഫീഹാ മിൻ അസാബിറ മിൻ ദഹബിൻ വലുഅ, സ്വർണ്ണത്താലും മുത്തിനാലുമുള്ള ആഭരണങ്ങളെ അല്ലാഹു തആല അവർക്ക് വലിബാസും ഫീഹാ ഹരീർ, അവിടെ അവർക്ക് പളപള മിന്നുന്ന പട്ടുവസ്ത്രങ്ങളാണെന്ന് ഖുർആൻ പറയുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സാബിഖും ബിൽ ഖൈറാത്തിൽ നാം ഉൾപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സമസ്ത, ഇത് വായിക്കാനാണോ അതോ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്? ആയിക്കോട്ടെ. സമസ്തയുടെ ഓൺലൈൻ സംവിധാനമായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഈ പരിപാടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ പ്രവർത്തകന്മാർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു ഈ സംവിധാനം ഒരുക്കിയ ആളുകൾക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ പരിപാടി ശ്രവിക്കുന്ന സഹോദരന്മാർക്ക് ഖൈറും ബർക്കത്തും സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, ഈ ഭാഷണം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സാബിഖും ബിൽ ഖൈറാത്തിൽ പെടുക, പാവങ്ങളെ സഹായിക്കുക. ഞാൻ മസ്കത്തിൽ ചെന്നപ്പോൾ 2 ആളുകളുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാർ സഹായിച്ചു. ആരാണ് 2 ആളുകൾ? ഒന്ന് എന്റെ നാട്ടുകാരൻ ആലിക്കൽ മൊയ്തു എന്ന് പറയുന്ന ഒരാൾ മരത്തിൽ നിന്നും വീണു, തെങ്ങിൽ നിന്നും വീണു, അരക്കന്ന് കീപ്പെട്ട് തളർന്നു, മൂത്രമൊഴിക്കുന്ന അറിയുന്നില്ല.
കാട്ടിക്കൊന്ന് അറിയുന്നില്ല. ഭാര്യ ഗർഭിണിയാണ്, ഭാര്യ പ്രസവിച്ചു. മൊയ്തു പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, പൊയ്ക്കോ, കുന്നപ്പള്ളിയിലേക്ക് പൊയ്ക്കോ, നിന്നേക്ക് നല്ലൊരു ജീവിതമുണ്ട്, നിനക്കൊരു ഭാവിയുണ്ട്, അത് നീ നഷ്ടപ്പെടുത്തരുത് എന്ന് ആലിക്കൽ മൊയ്തു എന്ന എന്റെ സഹോദരൻ പറഞ്ഞപ്പോൾ ആ ഭാര്യ പറഞ്ഞു, എനിക്ക് നിങ്ങൾ മതി, എനിക്ക് നിങ്ങൾ മതി. ആ ചെറുപ്പക്കാരന്റെ കാര്യം പറഞ്ഞപ്പോൾ മസ്കത്തിലുള്ള സഹോദരന്മാർ സഹായിച്ചു. അതുപോലെ മറ്റു പതിപ്പനെ ഈ സദസ്സിലും ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ആ പണ്ഡിതന്റെ കാര്യമാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കോട്ടിനടുത്ത് ചൂടാറ്റിപ്പാറ എന്ന പ്രദേശത്തുള്ള യഅ്കൂബ് ഫൈളി 10-25 റേഡിയേഷൻ കഴിഞ്ഞു, 10-18 കീമോതെറാപ്പി കഴിഞ്ഞു. സുന്ദരനും സുമുഖനും അനർഗളം നിർഗളിക്കുന്ന വാഗ്വിലാസം വരദാനമായി ലഭിച്ച ആ പണ്ഡിത ശ്രേഷ്ഠർ എന്ന്